അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ദിവസം ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പാനിയാണെന്നുണ്ടെങ്കിൽ പനി പിടിച്ച് വിറച്ച് മുട്ടിടിച്ച് നടക്കുവാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം രാത്രിയാണല്ലോ കുറച്ച് നിഗൂഢമായ സത്യങ്ങളൊക്കെ വെളിയിൽ വരുന്നത്, അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട്, ലാലേട്ടൻ്റെ എപ്പിസോഡിലെ പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പം ലാലേട്ടനെ എല്ലാവരും വലിച്ചു കീറി ഉപ്പിലിടുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. കാരണം പ്രൊമോ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ പ്രൊമോ എക്സ്പെക്ട് ചെയ്തിട്ട് എപ്പിസോഡ് പോയി കാണല്ലേ. കാരണം പ്രൊമോയ്ക്കകത്ത് നടക്കുന്നതൊന്നുമല്ല അവിടെ നടക്കുന്നത്. പ്രൊമോയ്ക്കകത്ത് ലാലേട്ടൻ എല്ലാവരും വലിച്ചു കീറി ഉപ്പിലിടും എന്ന് പറയുന്ന ലാലേട്ടൻ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് ഉപ്പിലിടേണ്ട ആൾക്കാരെ എല്ലാം അവിടെ പോയിട്ട് തേൻ വാരി ഒഴിക്കുന്ന സീനൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് വരെ അങ്ങനെയാണ് കണ്ടത് ലാലേട്ടൻ്റെ. അപ്പം പ്രൊമോ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണുക. അപ്പം കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രവീണിൻ്റെ പുതിയൊരു മറാഠ നാടകമായിട്ട് അനുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള എല്ലാ പരിപാടിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടന്റും കൊടുക്കാനില്ലാതെ ഒന്നും ചെയ്യാനില്ലാതെ പ്രവീൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അനുമോക്ക് പുറത്ത് നല്ല സപ്പോർട്ട്, ഓൾറെഡി ഇവർക്ക് അറിയാലോ പുറത്ത് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ പ്രവീൺ നോക്കുമ്പോഴത്തേക്ക് ഇയാൾക്ക് എന്തെങ്കിലും അവിടെ കൊടുക്കണം. ഇയാളെ കയ്യിൽ ഒരു സാധനവും ഇല്ല. ഇപ്പം വൈൽഡ് കാർഡ് പ്രവീൺ മാത്രമല്ല, വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയ ആൾക്കാരുടെ കയ്യിൽ ഒരു സാധനവും ഇല്ല. ഒന്നും ഇല്ലാതെയാണ് അവിടെ കയറിപ്പോയിട്ടുള്ളത്. അവിടെ ചെന്നിട്ട് എന്താ കളിക്കേണ്ടതെന്നും എന്താ മസ്താനി ഉണ്ടല്ലേ, മസ്താനിയുടെ കയ്യിൽ നിന്ന് ഒരു സാധനവും ഇല്ല കൊടുക്കാൻ. മസ്താനി അവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അകത്ത് ചെന്നിട്ട് സത്യസന്ധമായിട്ട് പറയുക. അതാണ് ഇപ്പം മസ്താനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിടെ പല ആൾക്കാരെ പറ്റിയിട്ടും പല ആൾക്കാർക്കും സപ്പോർട്ടുണ്ട്, വോട്ട് കൂടുതലാണെന്നെല്ലാം മസ്താനി ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരാളെ കാര്യം മറന്നുപോയി. അത് നീ പറയാതിരുന്നാണോ മറന്നുപോയെന്ന് അറിയത്തില്ല. ഷാനവാസിൻ്റെ കാര്യം മാത്രം അവിടെ ഒരാൾക്കും അറിയത്തില്ല. ഷാനവാസിന് സപ്പോർട്ടുണ്ടോ ഇല്ലയോ, ഷാനവാസിന് പോലും അത് പിടികിട്ടിട്ടില്ല. അതുകൊണ്ട് ഷാനവാസ് ആകെ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ആകെ അനുവിനും സപ്പോർട്ടുണ്ടോ അനീഷിനും സപ്പോർട്ടുണ്ടോന്ന് അറിഞ്ഞതിൽ പിന്നെ ഷാനവാസിന് പോലും പുള്ളിക്ക് പ്രാന്തായിട്ട് നടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് വന്ന എല്ലാവരുടെ കാര്യം പറഞ്ഞു, ഷാനവാസിൻ്റെ കാര്യം മാത്രം അവിടെ പറഞ്ഞില്ല. അപ്പോൾ ഷാനവാസ് ആ ടെൻഷനിൽ നടക്കുവാണ്. അപ്പം അനീഷിന് സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷിൻ്റെ അടുത്തൊക്കെ ദേഷ്യം കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ലൈവിൽ ഈ പ്രവീൺ ഉണ്ടല്ലോ, അനുമോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രാത്രി അനുമോൾ അടുത്ത് നിന്നിട്ട് ചെന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേ അനുമോൾ പറഞ്ഞു, പ്രവീണേ മോനെ നിന്റെ പരിപ്പ് ഇവിടെ വേവത്തില്ല. നീ വന്നിരിക്കുന്നതെല്ലാം എന്തിനാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് ലവ് ട്രാക്ക് മണ്ണാങ്കട്ട ചപ്പും ചവറെന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കത്തില്ല. നിങ്ങൾക്ക് പുറത്തിറങ്ങി നാണക്കേടോടുകൂടി നടക്കേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കി വയ്ക്കത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നിന്റെ ഈ പരിപ്പുണ്ടല്ലോ അത് വേറെ ഏതെങ്കിലും പള്ളി കൊണ്ട് വേവിച്ചാൽ മതിയെന്ന് നല്ല അടിപൊളി രീതിയിൽ അനുമോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീണുണ്ടല്ലോ ഒരു മുഴം മുമ്പേ എറിയാൻ നോക്കി, അനുമോള് ആ മുഴത്തിൻ്റെയും 2 മുഴം മുമ്പേ എറിയാൻ നോക്കി. അവിടെ കൊണ്ടങ്ങ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അപ്പം പ്രവീൺ പറയും, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നീ ഒന്നും പറയണ്ട, നീ പറയാൻ വന്ന ഇത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അനുമോള് പറഞ്ഞു, മോനെ അത് ഇവിടെ നടക്കത്തില്ല, ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്, ഞാനിവിടെ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കും, എനിക്ക് ലവ് ട്രാക്കും മണ്ണാങ്കട്ടയൊന്നും എനിക്ക് പിടിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല, എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അനുമോള് ആ പ്രവീണിൻ്റെ ഉണ്ടല്ലോ ആ ഉടായ്പ് പരിപാടിയും പിടിച്ചുകൊണ്ടുള്ളൊരു ഉടായ്പ് പരിപാടിയിലെ ലവ് കോമ്പോ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കട്ട് ചെയ്തങ്ങ് വിട്ട്. അപ്പോൾ ഈ പ്രവീൺ വിചാരിച്ചെന്താണെന്നറിയോ, ഈ അനുമോളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, കാരണം പുള്ളിക്കാരന് ഒരു കണ്ടന്റും ഇല്ല, ഒരു ഇതും ഇല്ല, പുള്ളിക്കാരനൊരു കഴിവും ഇല്ല എന്ന് പുള്ളിക്കാരൻ തന്നെ മനസ്സിലായി. എന്നിട്ടാണ് ഈ അനുവിൻ്റെ അടുത്ത് ലവ് കോമ്പോയും പിടിച്ചുകൊണ്ട്, ലവ് കോമ്പോ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അനുവിൻ്റെ പേരിൽ സപ്പോർട്ടായിട്ട് കുറച്ച് വോട്ട് കിട്ടുമല്ലോ. അപ്പം എങ്ങനെ പോയാലും ഒരു 100 ദിവസം അവിടെ നിൽക്കാം. എന്തായാലും കപ്പ് കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. കപ്പ് അനുമോള് കൊണ്ടുപോകും എന്ന് പ്രവീൺ അറിയാം. അപ്പം 100 ദിവസം നിൽക്കുന്നതിൻ്റെ ഒരു പൈസയെങ്കിലും മേടിച്ച് പോക്കറ്റിൽ വെക്കാലോ എന്ന് വിചാരിച്ചാണ് അനുമോളെടുത്ത് ലവ് കോമ്പോ പിടിക്കാൻ പോയത്. എന്തുവാടേ ഇതൊക്കെ അല്ലേ? ലവ് കോമ്പോ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇനി ലവ് കോമ്പോ എന്ന് പിടിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ജനങ്ങൾ കണ്ട് മടുത്ത് വെറുത്ത് കളഞ്ഞു ഈ ലവ് കോമ്പോ എന്നൊരു സംഭവം. പിന്നെ അനുമോളുള്ളതുകൊണ്ട്, അനുമോളെടുത്ത് ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് ഒരുപാട് പേര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പം പ്രവീണ് ലവ് കോമ്പോ ആയിട്ട് പോയി കഴിഞ്ഞാൽ പ്രവീണിന് കുറച്ച് സപ്പോർട്ട് കൊടുക്കുമെന്ന് അളിയന് ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് വലിച്ചു കയറി 2 തുണ്ടാക്കി ഉപ്പിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അനുമോള്. ഇനി ഇതേ പരിപാടിയായിട്ട് ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ ഒരു ഗൂഢാലോചന എന്തോ നടന്നിട്ടുണ്ട്, നമ്മളിത് കാണാത്തതുകൊണ്ടാണ്. ലവ് കോമ്പോ പിടിക്കാനെ കൊണ്ട് പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നുണ്ട്.
മസ്താനി ഷാനവാസ് മസ്താനി കഴിഞ്ഞ ലൈവിൽ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പറയുവാണ് മസ്താനി പറയുവാണ്, എന്നെ ഷാനവാസ് ഇക്ക നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഷാനവാസ് ഇക്കാക്ക് എന്നോട് എന്തോ ഒരു സംഭവമുണ്ട്, ലവ് കോംബോ പിടിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ മസ്താനി പറയുന്നുണ്ട്. അതേപോലെ ജിസയിൽ അനീഷിൻ്റെ അടുത്തും ഈ ലവ് കോംബോ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അനീഷും അതുപോലെ വലിച്ചീറി ഉപ്പിലിട്ട് പറഞ്ഞ് വിടിയിപ്പിച്ചിട്ടുണ്ട്. സംഭവം അനീഷ് പോയി പറയുന്നത്, അനീഷിൻ്റെ അടുത്ത് ജിസയിൽ പോയി പറയുന്നുണ്ട്. ഈ കാര്യം പറയാൻ പോകുമ്പോഴേ അനീഷ് പറയുന്നുണ്ട്, അനീഷ് ഇതുപോലെ പറഞ്ഞു, ഇത് ഇവിടെ വേവൂല, ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഞാൻ സിംഗിളായിട്ട് നിന്ന് കളിക്കാനാണ് വന്നത്, നിങ്ങളെല്ലാവരും എനിക്ക് ഫ്രണ്ട്സാണ്, അത് ഓക്കെ, അതെൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എൻ്റെ വഴി, അതാണ്. അതുകൊണ്ട് ഈ ഒരു പരിപാടിക്കൊന്നും ഞാനില്ല. എന്നിട്ട് ജിസയിൽ അവിടെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് അനീഷിനെ വളയ്ക്കാനെ കൊണ്ട്, കണ്ണാന്തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമെന്നൊരു പാട്ടൊക്കെ പാടുവാണ്. അപ്പം അനീഷ് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, കണ്ണാന്തുമ്പി പോരുന്നില്ല, ഒരിടത്തും പോരുന്നില്ല, എന്നോട് ഇഷ്ടം കൂടെയും വേണ്ട, നീ നിന്റെ പാട്ടിനങ്ങ് പൊയ്ക്കോളാൻ പറഞ്ഞ് അവിടെ നിന്ന് ആട്ടി വിടുന്നുണ്ട് ജിസേലിനെ. ഓക്കെ, അപ്പം ലൈവിൽ ഇപ്പം ഇത്രയും കോമ്പുകൾ കോമ്പോ ആക്കാനെ കൊണ്ട് വർക്ക് ആക്കാനെ കൊണ്ട് നടക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അത് നമുക്ക് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ കാണാം. നമ്മുടെ സപ്പോർട്ട് കൂടുതലുള്ള ആൾക്കാരെ പുറകെയാണ്. മസ്താനി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മസ്താനി ഇതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പറയുന്നുണ്ട്, വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് ഷാനുമൊക്കെ ഒരു ലവ് കോമ്പോ പിടിക്കാനൊക്കെ നടക്കുന്നുണ്ട്. ചുമ്മാ അങ്ങ് പറയുവാണ്, ചുമ്മാ അങ്ങ് പറഞ്ഞങ്ങ് പരത്തുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അതിപ്പോൾ ഷാനവാസിന് ഓൾറെഡി സപ്പോർട്ട് ഉണ്ടെന്ന് എങ്ങനെയായാലും മസ്താനിക്ക് അറിയാം. കുറേ ആൾക്കാർ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മസ്താനിക്ക് അറിയാം. അവിടെ ഉള്ള വേറെ ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ആ ട്രാക്കിലൂടെ പോകാനുള്ള ഒരു വഴിയാണ് മസ്താനി നോക്കുന്നത്. അനുമോൾ എടുത്ത് ബിഗ് ബോസ് പായസം ഉണ്ടാക്കാൻ പറഞ്ഞത് മുതൽ വാഴത്തോട്ടത്തിൽ ബോംബ് വീണ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പല ആൾക്കാരും പല വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. പലരും ബോംബിൻ്റെ എഫക്റ്റിൽ ഇപ്പോഴും അവിടെ റിലേ പോയിട്ട് നടക്കുവാണ്. അക്ബറും അതുപോലെ അപ്പാനിയൊക്കെ. വാഴത്തോട്ടത്തിലെ മെയിൻ കാര്യത്തിന് അക്ബറായിരുന്നു. ഇപ്പം അക്ബർ എന്തൊക്കെയോ അവിടെ തേരാപ്പാര നടക്കുന്നുണ്ട്. പുള്ളിയുടെ റിലേ പോയി, പുള്ളിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. ഇപ്പം അനുവിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നത്. ഇപ്പം ഈ അപ്പാനി ശരത്തും അതുപോലെ അക്ബറും വിചാരിച്ചിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമാണ് അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നത്. പിന്നെ അപ്പാനിയുടെ ഒരു തെറ്റിദ്ധാരണ അപ്പാനിക്ക് ഉണ്ടായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പാനി എൻട്രി ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് ഡേ എൻട്രി ചെയ്യുന്ന സമയത്ത് അപ്പാനി ഓൾറെഡി ഒരു സിനിമ ആക്ടറാണല്ലോ. അപ്പം ആ ഒരു രീതിയിലാണ് ജനങ്ങൾ അപ്പാനിയെ വരവേറ്റത്. അപ്പാനി വരുന്ന സമയത്ത് അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് വരുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ കയ്യടി കൂടിയിട്ടാണ് അപ്പാനിയെ ആൾക്കാർ സ്വീകരിച്ചത്. അപ്പോൾ അപ്പാനി മനസ്സിലാക്കി വെച്ചിരുന്നത് ആ കയ്യടി ഇപ്പോഴും പുറത്തുണ്ട്, ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും പുറത്തുണ്ട്. അതുകൊണ്ട് ഞാനാണ് അവിടുത്തെ സൂപ്പർ സ്റ്റാർ, എന്നിലൂടെയാണ് ബിഗ് ബോസ് ഓടുന്നത് എന്നുള്ളൊരു ചിന്ത അപ്പാനിക്ക് അവിടെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വൈൽഡ് കാർഡ് വന്നതിൽ പിന്നാണ്, സത്യങ്ങളൊക്കെ പുറത്ത് അറിഞ്ഞതിൽ പിന്നാണ് അപ്പാനി മനസ്സിലാക്കിയത് ഞാനല്ല, ഞാൻ അവിടുത്തെ വെറും ഒരു പൊടി മാത്രമാണെന്ന് മനസ്സിലാക്കി തകർന്ന് തരിപ്പണമായി പോയത് അതുകൊണ്ടാണ്. ഇപ്പോൾ അപ്പാനിയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അപ്പാനിയുടെ പഴയ രീതിയൊക്കെ ആ ഒരു ക്യാരക്ടറൊക്കെ മാറി ഇങ്ങ് പോവാണ്. ഓക്കെ, അപ്പം അനുവിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ, സദാചാരം എന്ന് പറഞ്ഞ കുലശ്രീ എന്ന് പറഞ്ഞ അനുവിനെ കുറ്റപ്പെടുത്തിയ ആൾക്കാരുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ബിന്നിയും റെനയും ഇരുന്നിട്ട് ആ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. ബിന്നിയും പറയുന്നുണ്ട്, ആര്യനും ജിസേലും തമ്മിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ എനിക്കും തോന്നുന്നുണ്ട്. അപ്പം റെനയും പറയുന്നുണ്ട്, മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട്, ഫ്രണ്ട്ഷിപ്പിനെക്കാളും അവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ട്. കാരണം എല്ലാ കാര്യത്തിലും ആര്യനെ ജിസേൽ സപ്പോർട്ട് ചെയ്യുന്നു, അമിതമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഫുഡ് കഴിക്കാൻ നേരത്തായാലും ഫുഡ് ഒരുപാട് കൊടുക്കുന്നു, വാരിക്കോരി കൊടുക്കുന്നു, അതുപോലെ കൈ പിടിച്ചൊക്കെ ഇരിക്കുന്നു. അത് അവർ ഇന്നലെ ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവരുടെ ഒരു ഗെയിം പ്ലാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇത് പോയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇവർക്ക് നല്ലപോലെ മനസ്സിലായി. പുറത്ത് ഇത് എങ്ങനെയൊക്കെയാണ് പോയതും ഏതൊക്കെ രീതിയിൽ എടുക്കും. അനുമോക്ക് സപ്പോർട്ട് കിട്ടിയതിൽ പിന്നെ ഇവർക്ക് മനസ്സിലായി. കാരണം ഇവരിനി നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു വിഷയം ഇനി ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം ഇവർക്ക് എല്ലാവർക്കും ഇത് അനു പറയുന്നതിന് മുമ്പേ ആ വീട്ടിലെല്ലാവരും ചർച്ച ചെയ്ത കേസാണ്. അനു ഇത് ഓപ്പണായിട്ട് പല കാര്യങ്ങളും, മിൻസിയുടെ കാര്യങ്ങൾ പോലും അനു ഓപ്പണായിട്ട് പറഞ്ഞു. പക്ഷേ ആ വീട്ടിൽ പല ആൾക്കാരും ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ അനുവിൻ്റെ സപ്പോർട്ട് കണ്ടിട്ട് ട്രാക്ക് മാറ്റി പിടിക്കുവാണ്, കുറച്ച് വോട്ട് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ ട്രാക്ക് മാറ്റി പിടിച്ചാലും ഇവരൊരു ഗെയിം ആണെങ്കിൽ അവർ സമ്മതിച്ചിട്ടുണ്ട് അത് കേട്ടോ. അവർ പറയുന്നുണ്ടായിരുന്നു മോർ ദാൻ ഫ്രണ്ട്ഷിപ്പിനെ കാലം എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നുന്നുണ്ടെന്നും അവർ ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ശൈത്യക്കാണെങ്കിൽ അനുമോളെടുത്ത് അങ്ങേയറ്റത്തെ ദേഷ്യമാണ്. വേറൊന്നുമല്ല, ശൈത്യയെ വിചാരിച്ചത് അനുമോൾ പുറത്ത് നെഗറ്റീവായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് കയറി വന്ന് അതിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം മസ്താനിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോക്കും അതുപോലെ അനീഷിനൊക്കെയാണ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞറിഞ്ഞത്. പിന്നെയും അതുപോലെ ബിഗ് ബോസ് കൊടുത്ത് പായസം ഉണ്ടാക്കാൻ പറഞ്ഞൊരിതുണ്ടല്ലോ,
അപ്പോൾ അതിനകത്തൊക്കെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അനുമോളെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് അറിഞ്ഞതിൽ പിന്നെ ഈ അനുമോള് വെളിയിൽ പോസിറ്റീവാന്ന് അറിഞ്ഞതിൽ പിന്നെ ശൈത്യക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോൾ ശൈത്യ ഇപ്പം പാവാട ടീമിലും കയറുന്നില്ല, മറ്റേത് പാവാട ടീമിലായിരുന്നു. ഇപ്പം പുള്ളിക്കാരി പാവാട ടീമിനെ ഒഴിവാക്കി അനുമോളെടുത്ത് ദേഷ്യം കൊണ്ടങ്ങോട്ട് നടക്കുവാണ്. അതല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അടിച്ച് ചെവുക്കല്ലടിച്ച് പല്ലടിച്ച് താഴെ ഇടുന്നൊക്കെ ശൈത്യ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അവിടെ ആരാണ് പറഞ്ഞിട്ടുള്ളതും ആരാണ് അവിടെ കള്ളം പറഞ്ഞിട്ടുള്ളതെന്നല്ല നമുക്ക് നല്ലോണം അറിയാം. കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവാണെന്ന് ജനങ്ങൾക്കറിയാം. പിന്നെ ഈ ശൈത്യം അവിടെ കിടന്നിട്ട് എന്ത് നാടകം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇപ്പം മസ്താനിയുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി പോയ അന്ന് തൊട്ട് മസ്താനിയുടെ ഒരു വിഷയം ചുറ്റിപ്പറ്റി നടക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ചീത്ത വിളിച്ചു, തന്തയ്ക്ക് വിളിച്ചു, തെറി വിളിച്ചു, അങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു എന്നുള്ള സബ്ജക്റ്റുകളാണ് മസ്താനി ചുറ്റിപ്പറ്റി കിടക്കുന്നത്. കഴിഞ്ഞ ലൈവില് രാത്രിയിൽ അപ്പാനിക്കെതിരെ ഭയങ്കര ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, അപ്പാനെ ഞാൻ അടിച്ച് ശരിയാക്കും, അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പാനി വെച്ച് എന്നെ ചീത്ത വിളിച്ചു, തെറി വിളിച്ചു, പച്ച അപരാധം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് പരാതിപ്പെടാൻ പോവാണ്. അതുപോലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഞാൻ ഉറപ്പായിട്ട് ഈ കാര്യം ചോദിക്കും, ഇതിന് വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള മറുപടി എനിക്ക് കിട്ടിയേ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ദിവസമായി തോന്നുന്നു, 2 ദിവസം ലൈവിൽ നമ്മൾ കണ്ടതാണ് ഷാനവാസിനെതിരെ ബിഗ് ബോസിനോട് പരാതി പറയുന്നത്, ഷാനവാസ് അച്ഛന് വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മസ്താനിയുടെ കേസ് എടുക്കുവാണെങ്കിൽ മസ്താനി അത്ര നല്ല ആളൊന്നുമല്ല. റെനയുമായിട്ടുള്ളൊരു പ്രശ്നം കണ്ടാണ്. റെന മസ്താനിക്കെതിരെ പറയുന്നുണ്ടല്ലോ. ഈ ലാലേട്ടൻ വരുന്ന ഈ വീക്കെൻഡ് എപ്പിസോഡ് മൊത്തവും തെറി വിളിയായിരിക്കും. ഇയാൾ എന്നെ തെറി വിളിച്ച്, അയാൾ എന്നെ അച്ഛനെ വിളിച്ച്, ഈ സബ്ജക്റ്റ് ആയിരിക്കും മൊത്തവും. റെനയും കുറച്ച് കാര്യങ്ങൾ പറയാനെ കൊണ്ടിരിക്കുകയാണ് ലാലേട്ടനോട്. പക്ഷെ റെനയ്ക്ക് ലാലേട്ടന് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയത്തില്ല. ലെനയ്ക്കും ഷാനവാസിനും വിലക്കാണല്ലോ ലാലേട്ടനെ കാണുന്നതിൽ. അപ്പം റെനയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിംഗർ കാണിച്ചു, അതുപോലെ ബോയ് ഫ്രണ്ടിനെ പറ്റിയിട്ട് മോശമായിട്ടൊക്കെ മസ്താനി വിളിച്ചെന്നൊക്കെ പറയും. അപ്പം മസ്താനിയുടെ കുറേ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള തെറി സബ്ജക്റ്റാണ് മസ്താനി കൊണ്ടുപോകുന്നത്. അപ്പം എന്തായാലും ഈ വെച്ച് ചീത്ത വിളിച്ചതിനൊക്കെ പറ്റിയിട്ട് പരാതി പറയുമെന്നാണ് മസ്താനി പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പാനിയുടെ കാര്യം പറയുവാണെങ്കിൽ അപ്പാനി അവിടെ പേടിച്ച് പനി പിടിച്ച് മുട്ടിടിച്ച് നടക്കുവാണ്. വേറൊന്നുമല്ല, അനുമോക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടെന്ന് അറിഞ്ഞത് മുതൽ അപ്പാനിയുടെ റിലേ പോയി നടക്കുവാണ്. വാഴത്തോട്ടത്തിൽ ബോംബ് വീണ അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. അക്ബറൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് സൈഡായി. അക്ബറൊക്കെ എന്തോ പറ്റിയെന്നുള്ള രീതിയിൽ അവിടെ നടക്കുവാണ്. അക്ബറിനെയൊന്നും ഇപ്പം കാണുന്നേ ഇല്ല. ഇപ്പം അപ്പാനിയുടെ കേസ് എടുക്കുവാണെങ്കിൽ അപ്പാനിക്ക് സത്യം പറഞ്ഞ പേടിയായി. അപ്പാനി പറയുവാണ്, ഇപ്പം ഇവരെ ഗ്യാങ്ങിൻ്റെ അടുത്തുണ്ടല്ലോ ആരിനൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ലൈവിനകത്ത് പറയുക, ഇപ്പം ഈ ആഴ്ച ഞാൻ ഔട്ടാവും, എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ കാര്യത്തിന് തീരുമാനമായി. മാത്രമല്ല മറ്റേ ചീത്തയൊക്കെ വിളിച്ചില്ലായിരുന്നു, വെച്ച് ചീത്തയൊക്കെ മസ്താനി ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അപ്പാനിക്ക് അവിടെ സപ്പോർട്ടില്ല, പ്രേക്ഷക പിന്തുണ ഇല്ലെന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കി. പ്രേക്ഷക പിന്തുണ മൊത്തം അനുമോ കാണുന്നു, അതുപോലെ അനീഷിനും സപ്പോർട്ട് ഉണ്ടെന്നെല്ലാം മനസ്സിലാക്കി. അപ്പോൾ അപ്പാനി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പാനി വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനി കയറി പോകുന്ന സമയത്ത് ഒരു ആക്ടറിന് കൊടുത്തൊരു പ്രിവിലേജ് ഉണ്ടല്ലോ, ആൾക്കാർ കൈയടിച്ച് സ്വീകരിച്ച ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അത് അപ്പാനിയുടെ മൈൻഡിലിരിക്കുകയാണ്. അപ്പാനിയാണ് അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ, അപ്പാനിക്കാണ് സപ്പോർട്ട് കൂടുതൽ എന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടാണ് അളി അവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് അപ്പാനിയുടെ എല്ലാ ഇടപാടും തീർന്നു. പേടിച്ച് പനി പിടിച്ച് മുട്ടിടിച്ച് നടക്കുന്ന ഒരവസ്ഥയാണ് അപ്പാനിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് ഉണ്ട്. അപ്പം ലൈവിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ മിക്കവാറും പറയാതിരിക്കത്തില്ല. എന്നാലും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തത്തില്ലല്ലോ. പ്രൊമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്, പക്ഷെ പ്രൊമോ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട, അത് വേറെ കാര്യം. അപ്പം രാത്രിയിലത്തെ കാര്യം കൂടെ ലാലേട്ടൻ്റെ എപ്പിസോഡും കൂടെ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും